ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, ഇന്ന് ട്രിപ്പിൻ്റെ നാലാമത്തെ സ്ഥലത്തേക്ക് പോകുന്നതാണ്. പാർട്ട് 4. അപ്പോൾ ഗായ്സ്, 1, 2 ഒക്കെ കാണാത്തവരാണെങ്കിൽ ആദ്യമായി അത് കാണുക, എന്നിട്ട് ഈ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, ഇന്ന് ഞങ്ങൾ നാലാമത് പോകുന്ന സ്ഥലമാണ് നെയ്ത്ത് ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ്. നൂല്, അതുപോലെ എന്താ പറയുക, സാരിയൊക്കെ ഉണ്ടാക്കുന്നതും ഇങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. അതായത് ഒരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് പഠിക്കാനും കൂടിയിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ ഈ പോകുന്നത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഫുൾ ഒപ്പരുള്ളത്. അങ്ങനെ അവരെല്ലാവരും കൂടി പോകുന്നതാണ്. അപ്പോൾ ഈ എന്താ പറയുക, പാരൻസും ടീച്ചർമാരും LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇത്താത്തനപ്പുറം കൂട്ടുവരുമോ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്കും ഈ ട്രിപ്പിൽ ജോയിൻ ആവാൻ പറ്റി. അതുകൊണ്ടും എനിക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഐ എം സോ ഹാപ്പി. അങ്ങനെ നമ്മൾ നെയ്ത്തിൻ്റെ സ്ഥലത്തേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്താ പറയുക, നൂലൊക്കെ ഒരുപാടാക്കി വെച്ചതും ഇങ്ങനെ അട്ടിക്കൊക്കെ ഇതൊക്കെ അവർ അവിടെ നിന്ന് കൈയോട് ഉണ്ടാക്കുന്നതാണ്. എന്താ പറയുക, പണ്ടൊക്കെ ഗാന്ധിജിയൊക്കെ എന്താ പറയുക, ഗാന്ധിജിയൊക്കെ ചെയ്യുന്നതെന്ന് മറ്റ് ഫോട്ടോസിലൊക്കെ കാണാറില്ലേ, ആ ഒരു സംഭവം ഇവിടെ കുറേ അമ്മമ്മമാരും മുത്തശ്ശന്മാരും പിന്നെന്താ പറയുക, കുറേ ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ ആക്കുന്നുണ്ട്. അതിന് അമ്മമാരും ഒക്കെ ഇങ്ങനെ ഒരുപാട് ആളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അതിങ്ങനെ കറക്കി നൂല് ഉണ്ടാക്കുകയാണ്. നൂലിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ക്ലാസ് കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. നൂല് എന്താ പട്ടുനൂല് പോയി ഒന്ന് വരുന്നതാണ്. അങ്ങനെ പറഞ്ഞ് ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഇങ്ങനെ ഒക്കെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അവിടുന്ന് മാഷ്മാരും ടീച്ചർമാരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന് പിന്നെ നമ്മൾ ട്രിപ്പായിട്ട്, അതായത് ഇതൊക്കെ കാണാൻ വേണ്ടി വന്നുകൊണ്ട് നമുക്ക് അവൻ്റെ ഉള്ളിലെല്ലാം കയറാനും എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാനൊക്കെ ചാൻസുകളുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി എന്താ പറയുക, ഒരുപാട് നൂലുണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ നൂലുണ്ടാക്കുന്നതാണ് നമ്മൾ കാണാൻ പോയത്. പിന്നെ നമ്മൾ എന്താ പറയുക, ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ തോർത്ത്, അതുപോലെ സാരി, ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അതൊക്കെ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു അപ്പാപ്പനെ ഇവിടെ ഇരുന്നിട്ട് നോക്കി നല്ല അടിപൊളിയായിട്ട് അതാക്കി നോക്കി നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഇത് എന്താകുമ്പോൾ സാരിയാന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. കാരണം അവിടുന്ന് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി അവിടുന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ചാക്കുന്നത്. ഇത് തോർത്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത്, അല്ല സാരി തന്നെയാകുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പിള്ളേരോട് തൊട്ട് വയ്ക്കോ വലിച്ചു വയ്ക്കോ എന്നൊക്കെ അവിടുന്ന് അവർ പറയുന്നുണ്ടായിന്. തൊട്ട് വെക്കാതെ. പിന്നെ അവിടുന്ന് ടീച്ചർമാരും ക്ലാസ് എടുക്കുന്നുണ്ടായിന്. അതിങ്ങനെ മുന്നോട്ടേക്ക് വലിക്കുമ്പോഴാണ് ആ നൂലിങ്ങനെ ഇതാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിന് പിള്ളേർക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ഒക്കെ ഓടിച്ചാടി എല്ലാം തൊട്ടോക്കും ഒപ്പരും അവരൊപ്പരും ഒന്ന് തൊട്ടോക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിന്. ഇതൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുള്ളതാണ്. അവരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടാകും. ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിന്. സോ എല്ലാവരും വൈകുന്നേരം അടുപ്പിച്ചതിന്. അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ അവിടുന്ന് ഇതാക്കുന്നു. അങ്ങനെ ഒരുപാട് അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ട്. ഇത് നൂല് ശേഖരിച്ച സ്ഥലമാണ്. വേണ്ട, നൂല് കുറേ നൂലാക്കി വെച്ചിട്ട് അത് ഈ മേലെയുള്ള സ്ഥലത്തുനിന്ന് ഇങ്ങനെ നൂല് ഇതിലേക്ക് ജോയിനാക്കി ഇതാക്കി വെച്ചതാണ്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് എന്താ, എനിക്കെന്നെ തിരിയത്തോളെ, നിങ്ങൾക്ക് തിരിയത്തില്ല ഗൈസ്. അപ്പം ഒരുപാട് നൂല് ഇവിടെയും കൊളുത്തി വെച്ചിട്ടുണ്ട്. ഒക്കെ ഡ്രസ്സുകളാക്കാൻ വേണ്ടിയിട്ടുള്ള നൂല് സെറ്റാക്കി വെക്കാൻ പിള്ളേർക്ക് പഠിപ്പിച്ച് കൊടുക്കുകയാണ്. നൂലിങ്ങനെയാണ് ആക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിന്. ഒരു നൂലിൻ്റെ ഒരു ആഘോഷം തന്നെയുണ്ട് ഇവിടെ. വരിയായി എല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ട് എല്ലാ കളറുകളും ഉണ്ട്. ഇതെങ്ങനെ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ആൻറ്റി കാണിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെയാണ് കറക്കിയിട്ടാണ് ഈ ഒരു മെത്തേഡിലേക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നൂലുകൾ ഇങ്ങനെ റൗണ്ടാക്കി കൊണ്ടുവരാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്താ പറയുക, സാരിയും ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അവിടെ ഇഷ്ടം പോലെ സാരി അവർ തന്നെ ഹോംമെയ്ഡായിട്ട് ചെയ്ത് എന്താ പറയുക, അവർ കൈത്തറിയായിട്ട് ചെയ്ത് സാധനങ്ങളൊക്കെ അവിടെ ഒരു സാരി ആക്കിക്കൊണ്ടിരിക്കുന്നു. മേക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടെയുണ്ട് അവിടെ നിന്ന് തന്നെ വാങ്ങാനും പറ്റും സാരിയെല്ലാം. എന്താ പറയുക, ഓർഡർ കൊടുത്താൽ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടുന്ന് ടീച്ചർമാരൊക്കെ സാരിയൊക്കെ കളക്ഷൻസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈ സാരി കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ കൂടെ അവിടെ പർച്ചേസൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നൂലുകൾ സെറ്റാക്കിയത് ഫുൾ ഇങ്ങനെ നൂലിൻ്റെ തന്നെയാണ്. ഇത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി
ഉണ്ടാക്കിയ സാധനമാണ്. എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് ലവ് ഹാർട്ടിൻ്റെ രൂപത്തിലുള്ളതും ആനയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇതാ മനുഷ്യരൂപമൊക്കെ ആക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ എന്താ പറയുക, അവർ തന്നെ അവിടെ നിന്ന് തന്നെ ആക്കിയിട്ട് അവിടെ ഷോക്കേസിൽ വെച്ചാണ്. അതും വിൽക്കുന്നതാണ്, വാങ്ങുന്നവർക്ക് വാങ്ങാം. പുസ്തകമൊക്കെ വെക്കുന്ന സ്ഥലം, ഇതാക്കി ലിക്വിഡ് ഇങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. അത് ഫിഷൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ അവർ അവിടെ നിന്ന് ആക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതിന് മരത്തിനെ കൊണ്ട് ആക്കി അവിടെ ഇതാക്കിയത്. അതുപോലെ ഇതാണ് പർച്ചേസ് ചെയ്യുന്ന സ്ഥലം. വേണ്ടതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം. അവിടെ സാരിയുണ്ട്, കാര്യങ്ങളൊക്കെ. ടീച്ചർമാരൊക്കെ സാരിയും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ടീച്ചർമാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ സാരി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ഗൈസ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.